നിജേഷ് അരവിന്ദ് കോൺഗ്രസ് പ്രതിനിധി നമുക്കൊപ്പമുണ്ട്. നിജേഷ്, ഇന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം നമ്മൾ കണ്ടു. അപ്പോഴും കോൺഗ്രസ് പഴയ നിലപാടിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊരു സംശയം. CPM തീരുമാനിക്കട്ടെ രാജി എന്ന പഴയ നിലപാടിൽ തന്നെയാണോ കോൺഗ്രസിലെ പല നേതാക്കളും ഉള്ളത്? കാരണം കൊടിക്കുന്നിൽ സുരേഷ് അടക്കം അങ്ങനെയാണ് പ്രതികരിച്ചതായി ഞാൻ കണ്ടത്. കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമോ ഈ മുകേഷ് രാജിവെക്കുന്ന കാര്യത്തിൽ? ഇന്നലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണയുണ്ടായിരുന്നു. ഈ വിഷയമാണ് ഉന്നയിച്ചത്. ആ വിഷയത്തോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടി എടുക്കുക, അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസവുമില്ല, ഇനി കേരളത്തിലെ മൊത്തം ജനങ്ങളിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മളിതിൻ്റെ ഒരു വല്ലാത്ത തലത്തിലൂടെയല്ലേ മിസ്റ്റർ അരുൺ കടന്നു പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിക്കകത്ത് ഉള്ള ഒരു മന്ത്രി, അതേ വനിതാ ശിശുക്ഷേമ മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. ആ വീണ ജോർജ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന കാലത്ത് ഇതേ മുകേഷുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ ഒന്ന് 2 തവണ കേട്ടാൽ ഈ ജിസ്മോൻ പറയുന്ന ഉയർത്തിപ്പിടിക്കലൊന്നും നമ്മൾ കാണില്ല. ഒരു സൈക്കോ ക്രിമിനൽ, അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്ക് മുകേഷിനെ പറ്റി പറയാൻ സാധിക്കുമോ? 9 മാസം പ്രായമുള്ള ഭാര്യയെ ചവിട്ടി താഴെയിട്ട, ആ നിറഗർഭിണിയായ ഭാര്യയെ കാറിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച, നിരന്തരം ആരോപണങ്ങൾ പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു MLA ആക്കുന്നു. MLA ആക്കുന്ന സമയത്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പിണറായി വിജയന്റെ അടുക്കളയ്ക്കകത്ത് ഇരിക്കുക. അദ്ദേഹം ഇത് നോക്കി പഠിച്ചതിന് ശേഷം, അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്, അതിനകത്ത് ഒരുപാട് ആരോപണങ്ങൾ വന്നതിന് ശേഷവും അദ്ദേഹത്തെ പിടിച്ച് MLA ആക്കി. തീർന്നില്ല, ആ ഇന്റർവ്യൂ അകത്ത് തന്നെ പറയുന്നുണ്ട്, എൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ നഷ്ടപ്പെട്ടു എന്ന് സരിതയോട്, മുൻ ഭാര്യയോട് വളരെ ഹാർഷായി സംസാരിക്കുന്ന ഒരു മുകേഷിനെ ആ ഇന്റർവ്യൂ തന്നെ വീണ ജോർജിൽ കാണാം. എന്നിട്ട് ആ റിപ്പോർട്ട് വന്നതിന് ശേഷവും അദ്ദേഹത്തിന് MP സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് വന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ തുക CPM ചെലവഴിച്ചത് 70 ലക്ഷം രൂപ കൊടുത്തത് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രത്തോളം പാർട്ടിക്കകത്ത്, ഹൃദയത്തിനകത്താണ് മുകേഷിന്റെ സ്ഥാനം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട AYFൻ്റെ പ്രതിയോട് ചോദിക്കുന്നു, രഞ്ജിത്ത് രാജിവെക്കണമെന്ന് ആദ്യത്തെ ശബ്ദമുയർന്നതിൽ ഒരാൾ ശ്രീമതി ആനി രാജയായിരുന്നു. ഇവിടെയും മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞ ആദ്യത്തെ ശബ്ദങ്ങളിലൊന്ന് സഖാവ് ആനി രാജയുടേതായിരുന്നു. ആനി രാജയെ വിനയ് വിശ്വൻ തിരുത്തി എന്നാണ് പിന്നെ കേട്ടത്. ആ ഒരു ഷാർപ്നെസ് എന്തുകൊണ്ട് ജിസ്മോൻ നിങ്ങൾക്കൊന്നും ഇല്ല? ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ പിറ്റേ ദിവസം തന്നെ രാജിവെക്കണം എന്ന് പറഞ്ഞ് രാജിവെക്കണം എന്നതിന്റെ അപ്പുറത്ത് പറഞ്ഞില്ല. തീരുമാനിക്കേണ്ടത് എന്നാണ് നിലപാടെടുത്തത് നിങ്ങൾ. ഞാനിപ്പോ ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം എടുക്കുക, എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ കാണിച്ചു. ഇന്നലെയാണ് അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെ MLA-മാരെ നഷ്ടപ്പെടുന്ന പ്രശ്നമൊന്നുമില്ല ജിസ്മോനെ. അത് ഇന്നലെയാണ് ആദ്യത്തെ പ്രതികരണം. കൊടിക്കുന്നിൽ സുരേഷിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രതികരണത്തിൽ മഹിളാ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്, അത് ആ പാർട്ടി എടുക്കട്ടെ എന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്. കോൺഗ്രസ് നേതാക്കളെ ആരെയും കണ്ടില്ല. യൂത്ത് കോൺഗ്രസുകാരും മഹിളാ കോൺഗ്രസുകാരും ആദ്യഘട്ടത്തിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് ബാധ്യതയാണ് നിങ്ങളുടെ MLA-മാർ. അതുകൊണ്ട് പറയാൻ ഒരു ചെറിയ മടിയുണ്ട് എന്നാണ് ഞങ്ങൾ കരുതിയത്. നിജേഷ്, 29-ാം തീയതി കേരളത്തിലെ മുഴുവൻ കലക്ടറേറ്റുകളിലേക്കും കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ, ധർണയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുകേഷിന്റെ രാജിയാണ്. ആ പോസ്റ്റർ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾ 29 രാവിലെ വന്ന് സമരം ചെയ്യണോ? അല്ല, ഞങ്ങൾ 24-ാം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് സമരം. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിൽ സമരം ചെയ്തിട്ടുള്ളൂ, അത് കോൺഗ്രസ് പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ